നമസ്കാരം. പ്രവാസികൾ കഷ്ടപ്പെടുന്ന പണത്തിന്റെ ഏറിയ പങ്കും നമ്മുടെ നാട്ടിലേക്കാണ് അയക്കുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ പ്രവാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമെല്ലാം പിഴയായി അവിടെ തന്നെ അടച്ചു തീർക്കേണ്ടി വരും. അത്തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിയമലംഘനങ്ങൾക്ക് വലിയ പിഴയാണ് ഇനി മുതൽ ചുമത്താൻ പോകുന്നത്. കഴിഞ്ഞ മാർച്ചിൽ UAE ട്രാഫിക് നിയമത്തിൽ വൻ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരുന്നു. നിരവധി റോഡ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടുകൂടിയാണിത്. UAE പാത പിന്തുടരുകയാണ് കുവൈറ്റും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4.9 ദശലക്ഷം ജനങ്ങളുള്ള കുവൈറ്റിൽ പ്രതിദിനം 200 മുതൽ 300 വരെ വാഹന അപകടങ്ങൾ സംഭവിക്കുന്നുവെന്നാണ് കണക്ക്. ഇതിൽ 28 മുതൽ 30 വരെ പേർക്ക് പരിക്കേൽക്കുന്നുമുണ്ട്. വാഹനം ഓടിക്കുമ്പോഴുള്ള അശ്രദ്ധ മൂലമാണ് 90% അപകടങ്ങളും സംഭവിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2023 296 പേർ വാഹന അപകടങ്ങളിൽ മരണപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷമാണെങ്കിൽ മരണസംഖ്യ 284 ആണ്. മരണപ്പെട്ടവരിൽ 14 വയസ്സിന് താഴെയുള്ള 11 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുന്നത്. ട്രാഫിക് നിയമങ്ങളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിരിക്കുകയാണ് കുവൈറ്റ് സർക്കാർ. പുതിയ ഗതാഗത നിയമം ഏപ്രിൽ 22 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. നിയമലംഘകരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനു പുറമെ കനത്ത പിഴ ഉൾപ്പെടെയുള്ള കർശന ശിക്ഷകളും പരിഷ്കരണത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക കേസുകളിൽ നിയമലംഘകരെ അറസ്റ്റ് ചെയ്യാൻ ട്രാഫിക് പോലീസിന് അധികാരം നൽകുന്ന ചട്ടങ്ങളും പുതിയതായി ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുക, അപകടത്തിൽ പരിക്കേൽക്കുകയോ മരണത്തിന് കാരണമാവുകയോ ചെയ്യുക, പെർമിറ്റ് ഇല്ലാതെ റോഡുകളിൽ കാർ റേസിൽ ഏർപ്പെടുക, അപകടത്തെ തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്കെല്ലാം കനത്ത ശിക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വേഗപരിധി മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടുതൽ കവിയുക, സിഗ്നൽ മറികടന്ന് വാഹനം ഓടിക്കുക, പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുകയോ യാത്രക്കാരെ കൊണ്ടുപോവുകയോ ചെയ്യുക, അശ്രദ്ധമായി അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെയോ റദ്ദാക്കിയതോ താൽക്കാലികമായി നിർത്തിവെച്ചതോ ആയ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, കുവൈറ്റ് ലൈസൻസ് പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുക എന്നീ കുറ്റങ്ങളുടെ പിഴയും ശിക്ഷയും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1976 പഴയ നിയമത്തിന് പകരമായി നിലവിൽ വന്ന പുതിയ നിയമം അനുസരിച്ച് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള പിഴ 5 കുവൈറ്റ് ദിനാറിൽ നിന്നും 75 ദിനാറായിട്ടാണ് ഉയർത്തിയത്. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ 1300 രൂപയോളം പിഴ ഒറ്റയടിക്ക് 20,000 രൂപയാക്കിയിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനുള്ള പിഴ 10 കുവൈറ്റ് ദിനാറിൽ നിന്ന് 30 ദിനാറിലേക്കാണ് ഉയർത്തിയത്. ചുവപ്പ് സിഗ്നൽ മറികടന്ന് വാഹനം ഓടിക്കുകയാണെങ്കിൽ 3 വർഷം വരെ തടവും പരമാവധി 1000 ദിനാർ പിഴയായും നൽകേണ്ടി വരും. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസി കുവൈറ്റ് ദിനാറാണ്. 1000 കുവൈറ്റ് ദിനാർ എന്നൊക്കെ പറയുന്നത് 2.25 ലക്ഷത്തിനും മുകളിൽ വരും. ഇനി മുതൽ നിയമം ലംഘിച്ചാൽ ഗൾഫിൽ ഉണ്ടാക്കുന്നതൊക്കെ അവിടെ തന്നെ പിഴയായി അടക്കേണ്ടി വരും. നാട്ടിലേക്ക് പണം അയക്കാൻ ഒന്നും ഉണ്ടാകില്ല എന്ന് ചുരുക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.